നവംബർ വിൻഡോയിൽ, ഇപ്പോൾ വിൻഡോ ഇപ്പോൾ വളരെ പ്രചാരത്തിലുള്ളൊരു വാക്കാണ്, അതാണ് പറയുമ്പോൾ ഒരു സുഖം. നവംബർ വിൻഡോയിൽ അങ്കോളയ്ക്കെതിരെ കളിക്കാനുള്ള ടീമിനെ പ്രഖ്യാപിച്ച അർജന്റീന ഫുട്ബോൾ ടീം. ലിയോണൽ മെസ്സി അടക്കമുള്ള വമ്പൻ താരങ്ങൾ ഈ ടീമിലുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നവംബറിലെ വിൻഡോയുടെ വിശദാംശങ്ങളുമായി വിൻഡോ മാൻ അനിൽ വാസ് തത്സമയം ചേരുന്നു. അനിൽ, ഗുഡ് മോർണിംഗ്. ഈ വിൻഡോ കേട്ടപ്പോൾ മുഖത്തൊരു ചിരി ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും സ്കെയിൻ. കാരണം ഈ നവംബർ വിൻഡോ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിലെ കായിക പ്രേമികൾ വലിയ രീതിയിൽ പ്രതീക്ഷയോടെ വെച്ചിരുന്ന ഒരു വിൻഡോയാണ്. കാരണം ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ അർജന്റീന ടീം ഇവിടെ വന്ന് കളിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ആ ഒരു അർജന്റീനൻ ടീമിന്റെ പ്രഖ്യാപനം വന്നു. പക്ഷേ നമ്മുടെ ടീം അല്ലെങ്കിൽ അർജന്റീനൻ ടീം ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഏക മത്സരം മാത്രമാണ് കളിക്കുന്നത് ഈ വിൻഡോയിൽ. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ പല പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ അർജന്റീന 2 മത്സരങ്ങളെങ്കിലും കളിക്കേണ്ടത് നമ്മളുടെ ചില ഭാഗത്ത് നിന്ന് വന്ന സ്റ്റേഡിയത്തിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും കൊണ്ട് ഒറ്റ മത്സരത്തിലേക്ക് ഒതുങ്ങേണ്ടി വന്നതു എന്നതും വലിയ വേറൊരു കാര്യമായി എടുത്തു പറയേണ്ടത്. നവംബർ 14 അങ്കോളയ്ക്കെതിരെ ലുവാണ്ടയിലാണ് മത്സരം. ആ മത്സരത്തിനായുള്ള ടീമിനെ കോച്ച് ലിയോണൽ സ്കലോണി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ ആകർഷണം ലിയോണൽ മെസ്സി തന്നെയാണ്. നായകൻ ടീമിലുണ്ട്. അതിനുവേണ്ടി അങ്കോള അവർ വലിയ രീതിയിൽ പരിശ്രമം നടത്തിയതാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഇതിനു വേണ്ട ഫിഫയിൽ നിന്നുള്ള പെർമിഷൻ അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്തു. അവരുടെ അങ്കോള ഫുട്ബോൾ അസോസിയേഷൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് അവർ ഈ അർജന്റീനയെ അവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നത്. എന്തായാലും അവരുടെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ പ്ലാനുകളൊക്കെ സക്സസ് ആയിരുന്നു. ഫിഫയെ എല്ലായിടത്തും പോയി കണ്ടതുമൊക്കെ തന്നെ ശരിയായിരുന്നു. പക്ഷേ നമുക്ക് മാത്രമാണ് പിഴച്ചത്. എന്തായാലും ഇനി മാർച്ച് വിൻഡോയിൽ വരാം. ഇനി ടീമെ പരിശോധിക്കുകയാണെങ്കിൽ നായകൻ ലിയോണൽ മെസ്സി തന്നെയാണ് ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൂലിയൻ അൽവാരസും നിക്കോ പാസും ഒപ്പം തന്നെ ഔട്ടോറോ മാർട്ടിനസും ഒക്കെ തന്നെ, അലക്സിസ് മാക്കലിസ്റ്റർ, മാർക്കോ സെൻസി, ക്രിസ്ത്യൻ റൊമേറോ, യുവാൻ ഫോയ്ത്ത് അടക്കമുള്ള പ്രധാന താരങ്ങളൊക്കെ തന്നെ ഈ ടീമിലുണ്ട്. അതേസമയം ഡിബു മാർട്ടിനസ്, എമിലിയാനോ മാർട്ടിനസ് ഒക്കെ എന്ന് വിളിക്കുന്ന ഗോൾ കീപ്പർക്ക് വിശ്രമം നൽകുമെന്ന് നേരത്തെ തന്നെ സ്കലോണി പറഞ്ഞതാണ്. അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും എമിലിയോ മാർട്ടിനസിനെ ഈ വിൻഡോയിൽ ഇല്ലെങ്കിൽ ഈ മത്സരത്തിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെ. ഒപ്പം തന്നെ അർജന്റീനയിൽ കളിക്കുന്ന, അർജന്റീനൻ ടീമുകൾക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങൾ പരഡേസും അക്കുരയും അടക്കമുള്ള താരങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടില്ല. അവർക്ക് മത്സരത്തിരക്ക് പരിഗണിച്ചാണ് ഈ ഒരു തീരുമാനം. എന്തായാലും ഈ വിൻഡോയിൽ, നവംബർ വിൻഡോയിൽ ഒറ്റ മത്സരം, അത് നവംബർ 14 അങ്കോളയ്ക്കെതിരെ. അത് നമുക്ക് എന്തായാലും കേരളത്തിൽ കളിയില്ലെങ്കിലും അർജന്റീനയുടെ മത്സരങ്ങൾ കാണുന്നത് മുടക്കാൻ ആരാധകർക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് TV മത്സരം കാണാൻ പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.